ഫാറൂഖ് കോളേജ് മലബാർ ദേശത്തിൻ്റെ വിശിഷ്യ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച അറിവിൻ്റെ മഹാപ്രകാശഗോപുരം. മഹാമനീഷികളായ അഭ്രവ്യക്തിത്വങ്ങളുടെ ഇച്ഛാശക്തിയിൽ വളർന്നു പന്തലിച്ച ഫാറൂഖാബാദ്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിവർഷം ഏകദേശം 13,000-ലധികം വിദ്യാർത്ഥികൾ 13 സ്ഥാപനങ്ങളിലായി അറിവിൻ്റെ മധുനുകരാനായി എത്തുന്ന പുണ്യഭൂമി. ഫാറൂഖാബാദ് ക്യാമ്പസിൽ ഫാറൂഖ് കോളേജിന് പുറമെ കിൻഡർഗാർട്ടൻ, LP സ്കൂൾ, ഫാറൂഖ് ഹൈസ്കൂൾ, ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഫാറൂഖ് ട്രെയിനിംഗ് കോളേജ്, റൗലത്തുൽ ഉലൂം അറബിക് കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, അൽ ഫാറൂഖ് എഡ്യൂക്കേഷൻ സെന്റർ, അൽ ഫാറൂഖ് റെസിഡൻഷ്യൽ സ്കൂൾ, ഫാറൂഖ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിവിൽ സർവീസസ്, സെൽഫ് ഫിനാൻസിംഗ് കോളേജ് എന്നീ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഭരണാധികാരികൾ, ജനപ്രതിനിധികൾ, സിവിൽ സർവീസസ് ഉദ്യോഗസ്ഥർ, ഡിപ്ലോമാറ്റുകൾ, ശാസ്ത്രജ്ഞർ, വിദ്യാഭ്യാസ വിചക്ഷണർ, സാഹിത്യകാരന്മാർ, പത്രപ്രവർത്തകർ, ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടിയ ചലച്ചിത്ര കലാകാരന്മാർ, ഒളിമ്പ്യന്മാർ, നിയമജ്ഞർ, വ്യവസായികൾ, വാണിജ്യ പ്രമുഖർ, സംഗീതജ്ഞർ തുടങ്ങി വിവിധ തുറകളിൽ രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറിയ ഒട്ടേറെ പേർ ഫാറൂഖ് കോളേജിന്റെ സംഭാവനകളായിട്ടുണ്ട്. ഇന്ന് ഫാറൂഖ് കോളേജ് A++ NAC അക്രഡിറ്റേഷൻ കരസ്ഥമാക്കിയ ഓട്ടോണമസ് പദവിയുള്ള ചുരുക്കം ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. രാജ്യത്തെ മികച്ച കലാലയങ്ങളുടെ നിർഫ് ലിസ്റ്റ് റാങ്കിങ്ങിൽ 82ാം സ്ഥാനം ഫാറൂഖ് കോളേജിനാണ് എന്നത് ഉൾപ്പുളകം തരുന്ന അമൂല്യ ഖ്യാതിയാണ്. ക്രാന്തദർശിയും സൂഫിവര്യനുമായ മൗലാന അബുസബ അഹമ്മദ് അലി സാഹിബിൻ്റെ ജീവസ്സുറ്റ സ്വപ്നമായിരുന്നു മലബാറിൽ ഒരു മുസ്ലിം വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിക്കുക എന്നത്. 1936 ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് അവിടെ എത്തിയ മൗലാന മുഹമ്മദ് അലി സാഹിബിൻ്റെ പ്രേരണയും അതിന് പുറകിലുണ്ട്. പഠനം പൂർത്തിയാക്കി നാട്ടിലെത്തിയപ്പോൾ തൻ്റെ ഈ ആശയ സ്വപ്നം പേറി ഇന്ത്യ ഒട്ടുക്കും അദ്ദേഹം സഞ്ചരിച്ചു. അലിഗഡ് സർവകലാശാലയ്ക്ക് സമാനമായ ഒരു വിദ്യാകേന്ദ്രം മലബാറിൽ തുടങ്ങുന്നതിനെക്കുറിച്ച് പല പണ്ഡിതന്മാരോടും നേതാക്കളോടും അദ്ദേഹം ആശയവിനിമയം നടത്തി. പ്രോത്സാഹനവും ഉപദേശങ്ങളും ധാരാളം കിട്ടിയെങ്കിലും ക്രിയാത്മക സഹകരണം ആരിൽ നിന്നും ലഭിച്ചില്ല. നിരാശ ബാധിച്ച് അദ്ദേഹം മറ്റ് കർമ്മമണ്ഡലങ്ങളിലേക്ക് നീങ്ങുകയും ഒടുവിൽ കർണാടകയിലെ ഗുണ്ടൽപേട്ടിനടുത്തുള്ള ഒരു കൊടുങ്കാറ്റിൽ ധ്യാനനിരതനായി കഴിഞ്ഞുകൂടുകയും ചെയ്തു. ഈ അവസരത്തിൽ മഞ്ചേരി ആനക്കയം സ്വദേശി കുഞ്ഞാലിക്കുട്ടി ഹാജി എന്നവർ മൗലവി സാഹിബിനെ സന്ദർശിക്കുകയും തൻ്റെ ആനക്കയത്തുള്ള തറവാട്ട് വീട്ടിലേക്ക് താമസിക്കാൻ ക്ഷണിക്കുകയും അതിനായി നിർബന്ധിക്കുകയും ചെയ്തു. കുഞ്ഞാലിക്കുട്ടി ഹാജിയുടെ തറവാട്ടിൽ ഒരു ദിവ്യൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് എന്ന വിവരം ക്രമേണ നാട്ടിലെങ്ങും പരന്നു. ആനക്കയത്ത് മൗലവി സാഹിബ് ഉണ്ടെന്ന വിവരം കിട്ടിയതനുസരിച്ച് മൗലവി സാഹിബിൻ്റെ മുൻ പരിചയക്കാരായ സയ്യിദ് മുഹീദ്ദീൻ ഷാ സാഹിബും CN അഹമ്മദ് മൗലവിയും അവിടെ ചെല്ലുകയും എന്ത് സഹായമാണ് മൗലവിക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു. അവരോട് മലബാറിൽ ഒരു മുസ്ലിം യൂണിവേഴ്സിറ്റി തുടങ്ങുന്നതിനെപ്പറ്റി മൗലവി സാഹിബ് സംസാരിക്കുകയും അത് സംബന്ധിച്ച് കൂടുതൽ ആലോചിക്കണമെന്ന് പറയുകയും ചെയ്തു. ഒരിക്കലും നടക്കാത്ത ഒരു ആശയമെന്നേ അവർ അതിനെ കണക്കാക്കിയിരുന്നുള്ളൂ. കുഞ്ഞോയ് വൈദ്യരും ഫലക്കി മുഹമ്മദ് മൗലവിയും അക്കാലത്ത് അബുസബ മൗലവിയെ ആനക്കയത്ത് ഇടയ്ക്കിടെ ചെന്ന് കാണാറുണ്ടായിരുന്നു. തന്നെ സന്ദർശിക്കുന്ന എല്ലാവരോടും വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിനെപ്പറ്റി മാത്രമാണ് മൗലവി സാഹിബ് സംസാരിച്ചത്. അറബിയും മതവിഷയങ്ങളും സാമാന്യം നന്നായി അറിയുന്ന കുറച്ചുപേരെ ഏൽപ്പിച്ചു തന്നാൽ ഒരു അറബിക് കോളേജ് ഉടനെ ആരംഭിക്കാൻ കഴിയുമെന്ന് മൗലവി സാഹിബ് തൻ്റെ സുഹൃത്തുക്കളെ ബോധ്യപ്പെടുത്തി. അതനുസരിച്ച് 6 വിദ്യാർത്ഥികളെ കണ്ടെത്തുകയും ഒരു അറബിക് കോളേജിന് തുടക്കമിടുകയും ചെയ്തു. സ്ഥാപനത്തിന് റൗലത്തുൽ ഉലൂം അഥവാ വിജ്ഞാനത്തിൻ്റെ പൂങ്കാവനം എന്ന പേര് വിളിച്ചു. 1942 ജനുവരി 5-ാം തീയതിയായിരുന്നു ആ ചരിത്ര സുദിനം. 6 പേരടങ്ങിയ ആ ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു പിന്നീട് RUA കോളേജിന്റെ പ്രിൻസിപ്പലായ CP അബൂബക്കർ മൗലവി.
മൗലവി അബുസബാഹിൻ്റെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് കുഞ്ഞോയ് വൈദ്യർ ഹൈദ്രോസ് വക്കീലിനെ ക്ഷണിക്കുകയും ഭാവി പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനായി ഒരു താൽക്കാലിക കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. മൗലവി അബുസബാഹ് പ്രസിഡന്റും ഹൈദ്രോസ് വക്കീൽ സെക്രട്ടറിയുമായി. കുഞ്ഞോയ് വൈദ്യർ, KP ചേക്കുട്ടി സാഹിബ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും കുഞ്ഞാലിക്കുട്ടി ഹാജി, VK അലി സാഹിബ്, KM മൗലവി, ഹാജി സത്താർ ഹാജി ഇസ്ഹാഖ്, A അബ്ദുൽ ഖാദർ ഹാജി, പുനത്തിൽ അബൂബക്കർ, SM സെയ്ദ് മുഹമ്മദ് സാഹിബ് തുടങ്ങിയ പ്രഗത്ഭമതികളും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. 1944 അറബിക് കോളേജ് ആനക്കയത്തു നിന്നും മഞ്ചേരിയിൽ കൂടുതൽ സൗകര്യങ്ങളുള്ള കിളിയമണ്ണിൽ ഉണ്ണീൻ സാഹിബിന്റെ വാടക കെട്ടിടത്തിലേക്ക് മാറ്റി. 1945 മാർച്ച് മാസത്തിൽ സോപാധിക വ്യവസ്ഥകളോടെ മദ്രാസ് സർവകലാശാല കോളേജിന് അംഗീകാരം നൽകി. അന്നത്തെ കേരളത്തിലെ ആദ്യ അംഗീകൃത അറബിക് കോളേജ് എന്ന ബഹുമതി റൗലത്തുൽ ഉലൂം അറബിക് കോളേജ് കരസ്ഥമാക്കി. അറബിക് കോളേജിന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കുന്നതിനായി 1946 ജനുവരി 6 അബുസബാഹ് മൗലവി പ്രസിഡന്റായി ഒരു പൊതുയോഗം ചേർന്നു. ഈ യോഗമാണ് റൗലത്തുൽ ഉലൂം അസോസിയേഷന് രൂപം നൽകിയത്. അഡ്വക്കേറ്റ് K മുഹമ്മദ് നഹ, സയ്യിദ് അലഫി ജിഫ്രി തങ്ങൾ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും അഡ്വക്കേറ്റ് MV ഹൈദ്രോസ് വക്കീൽ സെക്രട്ടറിയായും കുഞ്ഞാലിക്കുട്ടി ഹാജി ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. കുഞ്ഞോയ് വൈദ്യർ, KP ചേക്കുട്ടി സാഹിബ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും മെമ്പർമാരായി ഹാജി അബ്ദുൽ സത്താർ ഹാജി ഇസ്ഹാഖ് സേട്ട്, KM CD സാഹിബ്, A അബ്ദുൽ ഖാദർ ഹാജി, SM സെയ്ദ് മുഹമ്മദ്, പുനത്തിൽ അബൂബക്കർ, K അവറാൻകുട്ടി ഹാജി, PK മൂസ മൗലവി, KM മൗലവി, OK അബൂബക്കർ, പാലക്കണ്ടി അഹമ്മദ് കോയ, PV മുഹമ്മദ് മൗലവി, MT അബ്ദുറഹ്മാൻ മൗലവി, VK അലി സാഹിബ്, C അലവി സാഹിബ്, അബ്ദുറഹ്മാൻ മൗലവി, K ഉണ്ണിമൊയ്തീൻ സാഹിബ് എന്നിവരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. 1946 മെയ് 28 റൗലത്തുൽ ഉലൂം അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അറബിക് കോളേജിന് കെട്ടിടം പണിയാൻ 10,000 രൂപ ഹാജി അബ്ദുൽ ഖാദർ സാഹിബ് വാഗ്ദാനം നൽകി. അബുസബാഹ് മൗലവിയുടെ നിർദ്ദേശപ്രകാരം ടിപ്പു സുൽത്താന്റെ പാദസ്പർശമേറ്റ ഖലീഫ ഉമറിന്റെ ഓർമ്മകൾ വീശുന്ന ഫറോക്കിൽ സ്ഥാപനത്തിന് പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തുന്നതിനായി കുഞ്ഞോയ് വൈദ്യരും ഹൈദ്രോസ് വക്കീലും ശ്രമം ആരംഭിച്ചു. അങ്ങനെ അവർ ഫറോക്കിലെ പൗരപ്രധാനിയായ പുളിയാളി അബ്ദുള്ളക്കുട്ടി ഹാജിയെ സമീപിക്കുകയും അദ്ദേഹം തന്റെ കൈവശമുള്ള ഇരുമൂളിപ്പറമ്പിലെ 28 ഏക്കർ സ്ഥലം കോളേജിനായി സൗജന്യമായി വിട്ടുനൽകുകയും ചെയ്തു. ചാലിയാർ പുഴ വെള്ളിയരഞ്ഞാണമിട്ട പ്രശാന്ത സുന്ദരമായ കുന്നിൻ പ്രദേശം. 1948 ജനുവരി 30 മൗലവി അബുസബാഹ്, ഹൈദ്രോസ് വക്കീൽ, സയ്യിദ് മുഹീദ്ദീൻ ഷാ എന്നിവർ നീലകണ്ഠനാശാരിയെ കൂട്ടി ഇരുമൂളിപ്പറമ്പിൽ അറബിക് കോളേജിന് സ്ഥാനം കുറിച്ചു. കട്ടപ്പുറം വർഗീസ് എഞ്ചിനീയർ 8 ക്ലാസ് മുറിയും ഒരു ഹാളുമടങ്ങിയ കെട്ടിടത്തിന്റെ പ്ലാൻ തയ്യാറാക്കി പണി ആരംഭിച്ചു. അന്നത്തെ മദിരാശി പൊതുവിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്ക് തന്നെ സന്ദർശിക്കാനെത്തിയ KM CD സാഹിബിനോട് കർണൂൽ ഉസ്മാനിയ കോളേജ് മാതൃകയിൽ മലബാറിലും ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജ് തുടങ്ങാൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യം CD സാഹിബ് ഹൈദ്രോസ് വക്കീലുമായും മൗലവി സാഹിബുമായും പങ്കിടുകയും അവർ ഉടനടി മദ്രാസിലെത്തി ഇസ്മായിൽ സാഹിബിനെയും പോക്കർ സാഹിബിനെയും കണ്ട് ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജ് തുടങ്ങുന്നതിന് സാധ്യതകൾ ആരാഞ്ഞു. 1947 മെയ് 17 ചേർന്ന റൗലത്തുൽ ഉലൂം അസോസിയേഷൻ യോഗത്തിൽ ഒരു ഫസ്റ്റ് ഗ്രേഡ് കോളേജിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടു. അപേക്ഷാ ഫീസായ 600 രൂപ NV അബ്ദുള്ള സാഹിബിനോട് കടം വാങ്ങി. മൗലവി സാഹിബും മുഹീദ്ദീൻ ഷാ സാഹിബും ഹൈദ്രോസ് വക്കീലും ചേർന്ന് 1947 സെപ്റ്റംബർ 17 അപേക്ഷ സമർപ്പിച്ചു. റൗലത്തുൽ ഉലൂം ഫസ്റ്റ് ഗ്രേഡ് കോളേജ് എന്ന പേരിലാണ് അപേക്ഷ സമർപ്പിച്ചത്. ഡോക്ടർ അബ്ദുൽ ഹക്ക്, മൗലാന അബ്ദുൽ വഹാബ് ബുഹാരി, വൈസ് ചാൻസലർ A ലക്ഷ്മണസ്വാമി മുതലിയാർ എന്നിവരുടെ ഈ ഘട്ടത്തിലുള്ള നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അപേക്ഷ നൽകിയ ഉടനെ മദ്രാസിലെ വർത്തക പ്രമാണിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒരു യോഗം MV ഉമ്മർ സാഹിബിന്റെ സ്ഥാപനത്തിൽ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബിന്റെ അധ്യക്ഷതയിൽ 1948 ജൂൺ 12 ചേർന്നു. പുതുതായി തുടങ്ങുന്ന കോളേജിന് മാത്രമായി ഒരു മാനേജിംഗ് കമ്മിറ്റി വേണമെന്ന യൂണിവേഴ്സിറ്റി നിബന്ധന അനുസരിച്ച് ഖാൻ ബഹദൂർ ഉണ്ണിക്കമ്മു സാഹിബ് പ്രസിഡന്റായും PM ആറ്റക്കോയത്തങ്ങൾ വൈസ് പ്രസിഡന്റായും KM CD സാഹിബ് സെക്രട്ടറിയായും PI കുഞ്ഞഹമ്മദ് കുട്ടി ഹാജി ജോയിന്റ് സെക്രട്ടറിയായും K ഇസ്മായിൽ സാഹിബ് ട്രഷററായും പുതിയ മാനേജ്മെന്റ് കമ്മിറ്റി നിലവിൽ വന്നു. ഈ കമ്മിറ്റിയിൽ അബുസബാഹ് മൗലവിയും AK ഖാദർകുട്ടി സാഹിബും അംഗങ്ങളായിരുന്നു. വിഭവസമാഹരണത്തിനായി പ്രൗഢ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തി വിപുലമായ ഒരു ഫിനാൻസ് കമ്മിറ്റിയും രൂപീകരിച്ചു.
എം വി ഹൈദ്രോസ് വക്കീൽ കൺവീനറായ കമ്മിറ്റിയിൽ ഖാൻ ബഹദൂർ ഹാജി വി അലി ബറാമി, ഖാൻ ബഹദൂർ PM ആറ്റക്കോയ തങ്ങൾ, ഖാൻ ബഹദൂർ ഉണ്ണിക്കമ്മു സാഹിബ്, ജനാബ് AK കുഞ്ഞിമായിൻ ഹാജി, ജനാബ് കൊയപ്പത്തൊടി അഹമ്മദ് കുട്ടി ഹാജി, AK ഖാദർകുട്ടി സാഹിബ്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, ജനാബ് PI കുഞ്ഞമ്മദ് കുട്ടി ഹാജി, ഹാജി അബ്ദുസത്തർ ഹാജി ഇസ്ഹാഖ് സെട്ട്, KM സീതി സാഹിബ്, PP ഹസൻ കോയ സാഹിബ്, മൗലവി അബുസബ അഹമ്മദ് അലി, ജനാബ് പുളിയാളി അബ്ദുള്ളക്കുട്ടി ഹാജി, ജനാബ് അവറാൻകുട്ടി ഹാജി, ജനാബ് V ഹസൻ സാഹിബ്, ജനാബ് K ഇമ്പിച്ചമ്മദ് ഹാജി, ജനാബ് A അബ്ദുൽ ഖാദർ ഹാജി, ഖാൻ ബഹദൂർ K അലിക്കുഞ്ഞി സാഹിബ്, ജനാബ് ഉംപിച്ച് കോയ ഹാജി, ജനാബ് കളത്തിങ്ങൽ ഇസ്മായിൽ സാഹിബ്, SM സെയ്ദ് മുഹമ്മദ് സാഹിബ്, K അബൂബക്കർ സാഹിബ് എന്നിവർ അംഗങ്ങളുമായിരുന്നു. പകുത്തു നൽകിയവരിലും പടുത്തുയർത്തിയവരിലും പ്രധാനികൾ ഇവരാണ്. കെട്ടിടം നിർമ്മിക്കുക, ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുക, എൻഡോമെന്റ് അടയ്ക്കുക തുടങ്ങി വൻ സാമ്പത്തിക ബാധ്യതയാണ് കമ്മിറ്റിയുടെ ചുമലിൽ വന്ന് ഭവിച്ചത്. ആറ്റക്കോയ തങ്ങളുടെ നിശ്ചയദാർഢ്യവും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെയും AK കുഞ്ഞിമായിൻ ഹാജിയുടെയും നേതൃപരമായ സമീപനവും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. കോളേജ് വിഷയത്തിൽ സമുദായത്തെ ഉത്ബുദ്ധരാക്കുന്നതിൽ ചന്ദ്രികാ ദിനപത്രം വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല. പുളിയാളി അബ്ദുള്ളക്കുട്ടി ഹാജി വഖഫ് ചെയ്ത 28 ഏക്കർ സ്ഥലത്തിന് പുറമെ VM മുഹമ്മദ്, VM മൊയ്തീൻകുട്ടി, ചാക്കീരി ബിയാത്തുട്ടി ഉമ്മ എന്നിവരും തങ്ങളുടെ വക സ്ഥലം കോളേജിനായി വിട്ടുകൊടുത്തു. മൊറയൂരിലെ കോടിത്തോടി അഹമ്മദ് കുട്ടി ഹാജി, മണപ്പാട് കുഞ്ഞു മുഹമ്മദ് സാഹിബ്, M സിദ്ദീഖ് സേഠ് സാഹിബ് എന്നിവർ അവരുടെ വലിയ എസ്റ്റേറ്റുകൾ കോളേജ് നടത്തിപ്പിനായി ദാനം ചെയ്തു. KM സീതി സാഹിബിന്റെ കുടുംബ വഖഫ് ഭൂമി സഭാപറമ്പും റൗലത്തിന് കൈമാറി. ഒരു മുസ്ലിം കോളേജ് തുടങ്ങാനുള്ള ശ്രമം പാതി വഴിയിൽ നിലച്ചതിനാൽ കേരള മുസ്ലിം ഐക്യസംഘം തങ്ങളുടെ അധീനതയിൽ ആലുവയിലുണ്ടായിരുന്ന സ്ഥലവും സമ്പത്തും റൗലത്തിന് കൈമാറി. AK ഖാദർകുട്ടി സാഹിബ് വലിയൊരു തുക സ്വന്തം നിലക്കും തലശ്ശേരി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഫണ്ട് സംഭാവനയായും നൽകി. സമുദായ പുരോഗതി ആഗ്രഹിച്ച ഒരുപാട് ആളുകളുടെ ധനവും പരിശ്രമവും അണപൊട്ടി ഒഴുകുകയായിരുന്നു. മൗലവി അബൂ സാഹിബിന്റെ കളങ്കരഹിതമായ നിശ്ചയദാർഢ്യത്തിലുള്ള പരിപൂർണ വിശ്വാസമാണ് സമൂഹം അന്ന് പ്രകടിപ്പിച്ചത്. 1ാം ഗ്രേഡ് കോളേജിനായി അപേക്ഷ സമർപ്പിച്ചപ്പോഴും കമ്മീഷൻ സ്ഥലം പരിശോധിച്ചപ്പോഴും കോളേജിന്റെ പേര് റൗലത്തുൽ ഉലൂം ഫസ്റ്റ് ഗ്രേഡ് കോളേജ് എന്നായിരുന്നു. അന്നത്തെ വൈസ് ചാൻസലർ A ലക്ഷ്മണസ്വാമി മുതലിയാരുടെ വൈ നോട്ട് ഫറൂഖ് കോളേജ് എന്ന ചോദ്യമാണ് ഫാറൂഖ് കോളേജ് എന്ന പേരിലെത്തിച്ചത്. 1948 ജൂൺ 12 ഇത് സംബന്ധിച്ച പ്രമേയം കമ്മിറ്റി പാസാക്കിയത്. 1ാം ഗ്രേഡ് കോളേജിന് അംഗീകാരം ലഭിച്ച ശേഷവും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകാത്തതിനാൽ അന്നത്തെ കമ്മിറ്റി ട്രഷറർ K ഇസ്മായിൽ സാഹിബിന്റെ മൂന്നിലകം എന്ന വീട്ടിലാണ് താൽക്കാലികമായി ക്ലാസുകൾ ആരംഭിച്ചത്. അന്ന് മദ്രാസ് മുഹമ്മദൻ ആർട്സ് കോളേജിൽ പ്രൊഫസറായ സയ്യിദ് മുഹീദ്ദീൻ ഷാ സാഹിബിനെ പ്രഥമ പ്രിൻസിപ്പാളായി നിയമിച്ചു. അധ്യാപകരായി V മുഹമ്മദും കുര്യാക്കോസും ജോലിയിൽ പ്രവേശിച്ചു. CPM മൊയ്തീൻ കോയ ഓഫീസ് ചുമതല ഏറ്റെടുത്തു. 1948 ഓഗസ്റ്റ് 12 ഉച്ചയ്ക്ക് 1 മണിക്ക് ഖാൻ ബഹദൂർ PM ആറ്റക്കോയ തങ്ങൾ തന്റെ പുതിയ മാളിയേക്കൽ തറവാട്ടിൽ വെച്ച് ഫാറൂഖ് കോളേജ് ആരംഭിച്ചു എന്ന പ്രഖ്യാപനം നടത്തി. ദൈവത്തിന് സ്തുതി. അതെ, ഇതിഹാസ ചരിത്രത്തിന് നാമ്പുമുളച്ച സുന്ദര നിമിഷം പിറന്നു. ഇന്റർമീഡിയറ്റിന് 28ഉം BAക്ക് 4ഉം അങ്ങനെ മൊത്തം 32 വിദ്യാർത്ഥികളായിരുന്നു ആദ്യ ബാച്ച്. കോളേജ് നടത്തിയിരുന്ന മൂന്നിലകം വീട്ടിൽ തന്നെയായിരുന്നു അധ്യാപകരുടെ താമസവും ഭക്ഷണവും. K ഇസ്മായിൽ സാഹിബ് പേട്ടയിൽ പണിത ഒരു കെട്ടിടത്തിന് മുകളിലായിരുന്നു വിദ്യാർത്ഥികൾ താമസിച്ചിരുന്നത്. മലബാറിൽ ഒരു 1ാം ഗ്രേഡ് കോളേജ് തുടങ്ങാൻ കഴിഞ്ഞു എന്നത് സമുദായ സ്നേഹികളിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചത്. കൊച്ചിയിലെ പരേതനായ ഇസ്മായിൽ സേട്ടിന്റെ മാതാവ് നൽകിയ 25,000 രൂപയും ജില്ലാ മുസ്ലിം ലീഗ് ഫണ്ടിൽ നിന്നും 25,000 രൂപയും ഒരു ഫോർഡ് കാറും കോളേജിന് സംഭാവനയായി കിട്ടി. ഫാറൂഖാബാദ് ക്യാമ്പസ് പതുക്കെ രൂപപ്പെട്ടു വരികയായിരുന്നു. A അബ്ദുൽ ഖാദർ ഹാജി സാരസൻ മാതൃകയിൽ രാജാ ഗേറ്റ് നിർമ്മിച്ചു നൽകി. ക്യാമ്പസിന്റെ ആത്മീയ സ്രോതസ്സായ മസ്ജിദുൽ അസ്ഹർ നിർമ്മിച്ചതും പരിപാലിച്ചതും അവറാൻകുട്ടി ഹാജിയാണ്. പൂർവ്വകാല പ്രൗഢിയോടെ ഇന്നും നിലനിൽക്കുന്ന 40 മുറികളുള്ള ആസാദ് ഹോസ്റ്റൽ നിർമ്മിച്ചത് K ഇസ്മായിൽ സാഹിബാണ്. ഖാൻ ബഹദൂർ ഉണ്ണിക്കമ്മു സാഹിബ്, അവറാൻകുട്ടി ഹാജി, V ഹസൻ സാഹിബ്,
പുളിയാടി അബ്ദുള്ളക്കുട്ടി ഹാജി, കെ ഹസൻ ഹാജി, മൊയ്തീൻകുട്ടി കുരിക്കൾ, കമ്മപ്പ ബ്രദേഴ്സ്, കൊയപ്പത്തൊടി അഹമ്മദ് കുട്ടി ഹാജി, PI കുഞ്ഞഹമ്മദ് കുട്ടി ഹാജി, PP ഹസൻ കോയ സാഹിബ് എന്നിവരാണ് ക്യാമ്പസിനകത്തെ ആദ്യകാല കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകിയത്. പ്രസിഡൻസ് ഹോസ്റ്റൽ നിർമ്മിച്ചത് അക്കാലത്തെ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന AK കുഞ്ഞിമായൻ ഹാജിയാണ്. വികസന പ്രവർത്തനങ്ങൾക്കായി പിന്നീട് ചുറ്റിലുമുള്ള സ്ഥലങ്ങളും വിലയ്ക്ക് വാങ്ങി ക്യാമ്പസിനോട് ചേർക്കപ്പെടുകയുണ്ടായി. 1948 ഡിസംബർ 15 തീയതി കോളേജിന്റെ പ്രവർത്തനം പരിപൂർണമായും ഫാറൂഖാബാദ് ക്യാമ്പസിലേക്ക് മാറ്റപ്പെട്ടു. 1959 പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി തുടങ്ങി. മലബാറിലെ മുസ്ലിം വിദ്യാഭ്യാസ പുരോഗതിയിലെ ഒരു നിർണായക ചുവടുവെപ്പായി ഇത് കരുതപ്പെടുന്നു. 13 പെൺകുട്ടികളായിരുന്നു ആദ്യം ചേർന്നത്. അതിൽ ഒരേയൊരു മുസ്ലിം പെൺകുട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. 2 വർഷത്തിനുള്ളിൽ ധാരാളം പെൺകുട്ടികൾ പ്രവേശനം തേടി വന്നു. ഇന്നിപ്പോൾ ഏകദേശം 70% പെൺകുട്ടികളാണ് പഠനം തേടുന്നത്. അവർക്കായി 5 ഹോസ്റ്റലും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ചരിത്രത്തിലാദ്യമായി കോളേജിന് ഒരു വനിതാ പ്രിൻസിപ്പാളും ഉണ്ടായി. സ്വപ്ന സമാനമായിരുന്നു ഫാറൂഖ് കോളേജിന്റെ വളർച്ച. കൃതഹസ്തനായ പ്രൊഫസർ KA ജലീലിന്റെ നേതൃപാടവത്തിന്റെ തണലിൽ ഫാറൂഖിന്റെ ഖ്യാതി വിശ്വത്തോളം വളർന്നുയർന്നു. പിന്നീട് കോളേജിന് നയിച്ച പ്രഗത്ഭരെല്ലാം ആ ദീപകാന്തി മങ്ങാതെ നിലനിർത്തുകയും ചെയ്തു. കഴിഞ്ഞ 78 വർഷത്തെ ഫാറൂഖാബാദിന്റെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന അനേകം വലിയ യാഥാർത്ഥ്യങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് അറിവ് പകർന്നുകൊടുത്തു എന്നത് മാത്രമല്ല, മലബാറിലെ ഏകദേശം 2 ഡസനോളം സമാന വിദ്യാകേന്ദ്രങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്തു. വിദ്യാഭ്യാസ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഫാറൂഖ് കോളേജും അതേറ്റെടുത്ത ഉന്നതമായ ദൗത്യവും. അതിന് വിത്തുവാകി നെഞ്ചിലേറ്റി വളർത്തിയ സുമനസ്സുകളെ, സാമൂഹ്യ പരിഷ്കർത്താക്കളെ ആദരപൂർവം പ്രാർത്ഥനാപൂർവം ഓർമ്മിക്കുന്നു, ശിരസ്സ് നമിക്കുന്നു.